അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി ദരിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു സ്വാലിഹായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വലിയ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് അവർ ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അതനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളും തങ്ങൾ വിശ്വസിക്കുന്ന ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ പഠിക്കാനുള്ള പാഠശാലകളും അത് കൃത്യമായി അതിനെ മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കളും ഉൾക്കൊള്ളുന്ന മാനേജ്മെൻറ്റ് സംവിധാനങ്ങളും അതോടൊപ്പം അതിനനുസൃതമായ ഒരു മിതമായ തരത്തിലുള്ള ഒരു സാമ്പത്തികമായ സമൃദ്ധിയും എല്ലാം കേരളീയ സമൂഹത്തിന് വലിയ അനുഗ്രഹമാണ് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒരു പ്രഭാതത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ആഴ്ചയിൽ 6 ദിവസവും വെള്ളിയാഴ്ച അല്ലാത്ത 6 ദിവസത്തിൽ നമുക്ക് കാണുന്ന ഒരു സുന്ദരമായൊരു കാഴ്ചയുണ്ട്. മുസ്ലിം കുട്ടികൾ, ആൺകുട്ടികൾ തൊപ്പി ധരിച്ചും പെൺകുട്ടികൾ അവരുടെ നല്ലൊരു വേഷം ധരിച്ചുകൊണ്ടും മദ്രസയിലേക്ക് പോകുന്ന വളരെ സുന്ദരമായൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത്? ഇത് ഉണ്ടായത് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു ആദർശ പ്രസ്ഥാനം 1925 സ്ഥാപിച്ച് 26 അതിൻ്റെ പ്രവർത്തന ഗോതയിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായതാണ്. അതിന് സഹായികളായിട്ട് പണ്ഡിതന്മാരോടൊപ്പം സാദാത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്, ഉമറാക്കൾ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം ബഹുജനങ്ങൾ അതിൻ്റെ കൂടെ നിന്നിട്ടുമുണ്ട്. പല ഘട്ടങ്ങളിലും പ്രവാസി സഹോദരന്മാരുടെ സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒത്തുചേർന്നപ്പോൾ ഇത്രത്തോളം നല്ല ഒരു സംവിധാനം നമുക്ക് ഇവിടെ രൂപീകരിക്കാൻ, നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ തന്നെ മുസ്ലിങ്ങൾ ഏറെ താമസിക്കുന്ന ഉത്തർപ്രദേശിലോ ബീഹാറിലോ ആസാമിലോ അതുപോലെ കാശ്മീരിലോ ഇവിടങ്ങളിൽ ചെന്നാൽ ഇത്ര സുന്ദരമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധ്യമല്ല. അവിടെ പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാരുടെയോ അതില്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ കുറവാണെന്നൊന്നും നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല.
അവിടെ എന്തുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ, ഇവിടത്തെ പോലെ ഉലമാക്കൾക്ക് നേതൃത്വം കൊടുക്കുകയും സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല അന്തരീക്ഷം അവിടെ ഇല്ല. അവിടെ പണ്ഡിതന്മാരുണ്ട്. അബുൽ ഹസൻ അലി നദവി സാഹിബ് അലിമിയാൻ വലിയ പണ്ഡിതനാണ്, ലോകത്തറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനവുമുണ്ട്, അദ്ദേഹത്തിന് വലിയ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇത്രത്തോളം ഒരു സാമൂഹികമായ ചലനമുണ്ടാക്കാൻ ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ നാട്ടിലതുണ്ട്. അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത പണ്ഡിത പ്രസ്ഥാനം അത് സമസ്തയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഒരു മദ്രസ പ്രസ്ഥാനം രൂപീകരിക്കാനല്ല യഥാർത്ഥത്തിൽ സമസ്ത സ്ഥാപിച്ചത്. സമസ്തയുടെ രൂപീകരണം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു വസ്തുതയുണ്ട്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് കേരളീയ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ചട്ടക്കൂട്ടിൽ അവരെ വളർത്തിയെടുക്കാൻ, ഈ ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ, തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ഈ ഒരു സത്യസന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഘടനാ സംവിധാനം രൂപപ്പെട്ടു വന്നത്. ഏകദേശം 1950 വരെ ആദർശ പോരാട്ടമാണ് ഈ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. 50കൾക്ക് ശേഷമാണ് ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ആലോചനകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആരംഭിച്ചത്. പിന്നീട് ഓരോ കാലഘട്ടങ്ങളിലും അതിനനുസൃതമായിട്ടുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ, ദീനിന് എതിരാകാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സമസ്ത സജീവമായി ഇടപെട്ടിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. ഓരോ സമയങ്ങളിലും അതിൻ്റേതായ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് പറ്റാവുന്ന മേഖലകളും മാർഗങ്ങളും സമസ്ത സ്വീകരിച്ചിട്ടുണ്ട്. സമസ്ത അങ്ങനത്തെ ഒരു പഴഞ്ചൻ നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആദർശം അത് പ്രധാനമാണ് താനും. അതിനെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും സമസ്തയുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവുകയുമില്ല, ഉണ്ടാകാൻ പാടുമില്ലല്ലോ. കാരണം ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വളരെയേറെ അഗാധമായ പാണ്ഡിത്യമുള്ള, അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പം സ്ഥാപിച്ച വലിയ സൂഫിയും പണ്ഡിതനും സയ്യിദുമായ, കാലഘട്ടത്തിൻ്റെ കുതുബാണ് എന്ന് മഹാരഥന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ള സയ്യിദ് അബ്ദുറഹിമാൻ ബാ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. അതിൻ്റെ കൂടെ പ്രവർത്തിച്ചതാരാണ്? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ, മീറാൻ മുസ്ലിയാർ, ഇങ്ങനെ അനവധി പണ്ഡിതന്മാർ. അള്ളാഹു അവരുടെ ഇൽമുകളുടെ ബർക്കത്തോട് നമ്മൾ നന്നാക്കി തരട്ടെ. അവർ വലിയ പണ്ഡിതന്മാരായിരുന്നു. സമസ്തയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസ, ആദർശ, അനുഷ്ഠാന, ആചാര കർമ്മങ്ങൾക്ക് കാവൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്പർ 1 അതാണ്.
പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മുസ്ലിങ്ങൾക്ക് പുരോഗതിക്ക് ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നേരിടാനുള്ള ഒരു ഒരുക്കം സമസ്തക്കില്ല. അതുകൊണ്ട് സമസ്ത ഒരു രാഷ്ട്രീയ ലൈൻ സമസ്തക്ക് അങ്ങനത്തെ ഒരു സമസ്തയുടെക്ക് തന്നെ ഒരു രാഷ്ട്രീയ ലൈൻ ഇല്ല. സമസ്തക്കാർക്ക് രാഷ്ട്രീയമാവാം. സമസ്ത എന്ന് പറയുന്ന ആ സംഘടന ഇന്ന രാഷ്ട്രീയ പാർട്ടിയുമായി കൂട്ടുകെട്ട് എന്ന് പറയാൻ പറ്റില്ല. സമസ്തയിലെ അംഗങ്ങൾക്ക്, അതിൻ്റെ ഭാരവാഹികൾക്ക്, അവർക്ക് ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാം, പ്രസംഗിക്കാം. അതിന് ഇസ്ലാമികമായ മാർഗങ്ങൾ പാലിച്ചുകൊണ്ടാവണം എന്ന് മാത്രം. ആ ഒരു സംവിധാനം നമുക്ക് ഇവിടെ കേരളത്തിലുണ്ടായിട്ട് 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. അറബി മാസപ്രകാരം 100 വർഷം തികഞ്ഞു. 100ാം വാർഷികം നമ്മൾ ആഘോഷിക്കാൻ പോവാണ് അടുത്ത വർഷം ഫെബ്രുവരി മാസം കാസർഗോഡ് കുണിയയിൽ വെച്ചിട്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നത് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. തവ്വലല്ലാഹു ഉംറ. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും സിക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ ഒരുപാട് പദ്ധതികളുമായിട്ടാണ് സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുന്നത്. ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ കേരളീയ സമൂഹത്തിന്, ലോക സമൂഹത്തിന്, ഇന്ത്യൻ സമൂഹത്തിന് സമ്മാനിച്ചു കൊണ്ടിട്ട് ഒരു സമ്മേളനം ആഘോഷിക്കുകയാണ്. അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമായി നമ്മൾ മാറണം. നമുക്കൊന്നും ദീനിന് നമ്മൾ നമ്മൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, മുൻഗാമികളൊക്കെ അവരുടെ ത്യാഗങ്ങളും വേദനകളും പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഞാൻ അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, അതിനെ പറ്റും പോലെ സഹായിച്ചിട്ടുണ്ട്, അതിന് നേതാക്കൾക്ക് ദുആ ചെയ്തിട്ടുണ്ട്, അവരുടെ വിളിയാളം കേട്ട് ഞാൻ സമ്മേളനത്തിന് പോയിട്ടുണ്ട് എന്നെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ വേണമല്ലോ. അതുകൊണ്ട് സമസ്ത ഒരുപാട് നന്മകൾ ചെയ്യാൻ പല ആളുകൾക്കും, എല്ലാവർക്കും വലിയ നന്മകൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. എന്നാൽ സമസ്തയുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ, സമസ്തയുടെ അനുയായിയാകുമ്പോൾ നമ്മളൊരു ചെറിയൊരു പിന്തുണ മതി, നമ്മളൊരു ചെറിയൊരു സഹായം മതി. അത് വലിയ സഹായങ്ങളിൽ അത് എത്തുകയും അത് ആ സംരംഭം വിജയിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊക്കെ അതിൻ്റെ ഒരു കുലി കിട്ടും. ഏതുപോലെ നമുക്കൊരു പള്ളി ഉണ്ടാക്കാൻ വഖഫ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല, പക്ഷേ അതിന് ചെറിയ സംഭാവന നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന പോലെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.